മണിച്ചിത്രത്താഴ് ഒരു മനസ്സിലാകാത്ത മനസ്സിൻ്റെ വിചിത്ര ലോകം. 1993 ഫാസിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു താരമാണ്. ചിന്തിപ്പിക്കുന്ന കഥ, ഭയപ്പെടുത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ, മനോഹരമായ സംഗീതം, അതിലൂന്നിയ സാന്ദ്ര പ്രകടനം എല്ലാം ചേർന്ന് ഈ സിനിമയെ കാലാതീതമാക്കുന്നു. മലയാള സിനിമയിലെ ക്ലാസിക്കൽ ഹൊറർ ത്രില്ലറായ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൻ്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് ഹിൽ പാലസ്. 1993 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ നായിക ഗംഗയുടെ കുടുംബം താമസിക്കുന്ന പുരാതന തറവാട് എന്ന നിലയിൽ ഹിൽ പാലസിലാണ് പ്രധാനമായും ചിത്രീകരിക്കപ്പെട്ടത്. ഹിൽ പാലസ് സന്ദർശിക്കുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിലെ പ്രശസ്ത രംഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നിരവധി സ്ഥലങ്ങൾ കാണാൻ കഴിയും. ചിത്രത്തിലെ നൊസ്റ്റാൾജിയ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹിൽ പാലസ് സന്ദർശനം ഒരു മനോഹരമായ അനുഭവമായിരിക്കും. കൊച്ചിയിലെ തൃപ്പൂണിത്തുറയിലാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. പഴയ കൊച്ചി രാജവംശത്തിൻ്റെ ഓർമ്മകളെ ഒട്ടെല്ലാം കൂട്ടി നിൽക്കുന്ന ഈ സ്ഥലം ചരിത്രം മാത്രമല്ല, അതിനോടൊപ്പം കലയും സംസ്കാരവും അടങ്ങുന്ന ഒരു അനുഭവം തന്നെയാണ് നൽകുന്നത്. വലിയ ഉദ്യാനങ്ങളും ആൽത്തറകളും ചേർന്ന് ഹിൽ പാലസ് ഒരു മനോഹരമായ ചുറ്റുപാട് നൽകുന്നു. ഫോട്ടോഷൂട്ട്, പ്രീ വെഡ്ഡിംഗ് ഇതൊരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ്. ഈ വെളുത്ത സ്ത്രീശില്പം കണ്ടപ്പോൾ തന്നെ മണിച്ചിത്രത്താഴ് സിനിമയിലെ ഇന്നസെന്റ് ചേട്ടൻ താക്കോല് മറന്ന് ഞെട്ടുന്ന സീന് മനസ്സിലേക്ക് ഓടി വന്നു. 1865 കൊച്ചി രാജാവ് നിർമ്മിച്ച ഹിൽ പാലസ് രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. അതിനുശേഷം അതെല്ലാം കേരള സർക്കാരിൻ്റെ കൈവശം വന്നു. 1991 ഇതൊരു പുരാവസ്തു. കഥയുടെ മധ്യഭാഗം ഗംഗയുടെയും അവളുടെ രണ്ടാം സ്വഭാവമായ നാഗവല്ലിയുടെയും അവർക്കുണ്ടായ ഡിസോസിയേറ്റീവ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, അതായത് ഭിന്ന വ്യക്തിത്വ അസുഖം എന്നത് ഒരാൾക്ക് 2 അല്ലെങ്കിൽ അതിലധികം വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്ന ഒരു മനോവൈകല്യമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു നിമിഷം ഗംഗയായിരിക്കും, പിന്നെ നാഗവല്ലി എന്നൊരു മറ്റൊരു വ്യക്തിയായി മാറും. ശബ്ദവും സ്വഭാവവും പോലുള്ള മുഖഭാവങ്ങളും മാറിയിരിക്കും. പെൺകുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ ബഹുഭൂരിപക്ഷം ശൈശവത്തിൽ നേരിട്ട അതിക്രമങ്ങൾ, ഭയാനക അനുഭവങ്ങൾ, തുടർച്ചയായ മാനസിക പീഡനങ്ങൾ എന്നിവയാണ് ഈ വ്യതിയാനത്തിന് പിന്നിൽ. നമുക്കേറെ അറിയാവുന്ന മണിച്ചിത്രത്താഴിലെ ഗംഗയും നാഗവല്ലിയും ഈ അസുഖത്തിൻ്റെ സിനിമാറ്റിക് ഉദാഹരണമാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ കുതിരവട്ടം പപ്പുച്ചേട്ടൻ നാഗവല്ലിയെ കാണുന്ന പടിക്കെട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയിൽ സുധീഷും മോഹൻലാലും തകർത്തഭിനയിച്ച കുളക്കടവാണിത്. കാണുമ്പോൾ തന്നെ ആ മനോഹരമായ ഡയലോഗുകളും രംഗങ്ങളും എല്ലാം മനസ്സിലേക്ക് എത്തുന്നു. ഇവിടെ എൻ്റെ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
താങ്ക് യു.